ഇപ്പോൾ ബലൂചിസ്ഥാൻ മോചിതമായി ബംഗ്ലാദേശ് പോലെ ഏകദേശമായി. ഇനി പാകിസ്ഥാൻ തിരിച്ചു പിടിക്കുന്നെങ്കിലേ ഉള്ളൂ. ഇപ്പം ഇന്ത്യ ഇടപെട്ട് കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ ഉറപ്പായിട്ടും പാകിസ്ഥാനിൽ നിന്ന് ഒരു പ്രതിരോധം കൂടെ തീർത്താൽ മതി. പ്രതിരോധം കൂടെ അവിടെ തീർത്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അങ്ങോട്ട് അടുക്കാനും പറ്റില്ല. വാസ്തവത്തിൽ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇന്ത്യ അതിൻ്റെ സാമാന്യ മര്യാദ കൊണ്ടും ജനാധിപത്യ രാജ്യമായതുകൊണ്ടും മര്യാദയുള്ള രാജ്യമായതുകൊണ്ടും തെമ്മാടി രാഷ്ട്രമല്ലാത്തതുകൊണ്ടും അത് ചെയ്യുന്നില്ല, അല്ലേ? ഇന്ത്യയുടെ ഒരു പാരമ്പര്യം അങ്ങനെയാണല്ലോ. ഇപ്പൊ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് ഇറാൻ വരെ നമ്മളുടെ ഭൂപ്രദേശമായിരുന്നു. അപ്പൊ അതിലെ ഒരു ഗണ്യമായ ഒരു ഭാഗം അല്ലെങ്കിൽ ആ സംസ്കാരത്തിലുള്ള ഒരു പ്രദേശം തന്നെയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പൊ ബലൂചിസ്ഥാൻ ഇപ്പൊ സ്വതന്ത്രമാകാനുള്ള കാരണം എന്ന് കുറെ നാളുകളായിട്ട് നമുക്കിപ്പോൾ അറിയാം. പാകിസ്ഥാൻ അവർ അവഗണിച്ചുകൊണ്ട് അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് അവർ സ്വതന്ത്രമാകാൻ തീരുമാനിക്കുന്നു. 40% 45% വരുന്ന പാകിസ്ഥാന്റെ ഈ ഭൂവിഭാഗം സ്വതന്ത്രമാകുന്നതോടുകൂടി ഏഷ്യയിലെ രാഷ്ട്രീയ നയതന്ത്ര കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റം വരാൻ പോവുകയാണ്. അതാണ് നമ്മൾക്കിവിടെ ചർച്ച ചെയ്യാനായിട്ട് അനുയോജ്യമായൊരു ഭാഗമെന്നാണ് കരുതുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും. പാകിസ്ഥാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു വലിയ ഏജന്റ് ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാകിസ്ഥാൻ നേരെ പകുതിയാകുമ്പോൾ അവരുടെ ഏറ്റവും ഫലഭൂയിഷ്ടമായ സമ്പന്നമായ ഒരു പ്രദേശം വേർപെട്ട് സെപ്പറേറ്റ് ആയ ഒരു രാജ്യമാകുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വേർപെട്ടപ്പോൾ ഉണ്ടായ അതേ സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് പാകിസ്ഥാന് ഇപ്പൊ ബലൂചിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അതിർത്തിയില്ല. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ, ഇതാണ് ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി കഴിഞ്ഞാൽ അവരുടെ അതിർത്തി. പിന്നെ അറബിക്കടലാണ്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് തുറമുഖത്തിനും മറ്റുള്ള സാധ്യതയുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പാകിസ്ഥാന്റെയും ബലൂചിസ്ഥാന്റെയും അതിർത്തി ഇനി എങ്ങനെയായിരിക്കും? പാകിസ്ഥാന്റെയും ബലൂചിസ്ഥാന്റെയും അതിർത്തിയോട് ചേർന്നാണ് അഫ്ഗാനിസ്ഥാൻ കിടക്കുന്നത്. ഈ അതിർത്തി എന്ന് പറയുന്നത് ഇപ്പോൾ തർക്കമുള്ളത് ഡ്യൂറന്റ് ലൈനിന്റെ കാര്യത്തിൽ തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട് പാകിസ്ഥാൻ അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിന്റെ ഒരു സ്വഭാവമാർന്ന തരത്തിലുള്ള കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിർത്തിയിൽ. അഫ്ഗാനിസ്ഥാനോട് അനുകൂലമായിട്ടൊരു നിലപാടാണ് ബലൂചിസ്ഥാൻ സ്വീകരിക്കുന്നത്. അപ്പോൾ അഫ്ഗാനും ബലൂചിസ്ഥാനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അവിടെ സീറോ. അപ്പൊ ചോദിക്കും ചൈനയൊന്നും. ചൈന എന്ന് പറഞ്ഞാൽ ചൈനയുടെ താല്പര്യം ബലൂചിസ്ഥാനിലെ അപൂർവ ധാതുക്കളില്ല, മറ്റെങ്ങും ഇല്ലാത്ത ധാതു. പാകിസ്ഥാനുമുണ്ട്. പാകിസ്ഥാനും ആ താല്പര്യം തന്നെയുണ്ട്. പക്ഷെ അവരുടെ സാങ്കേതിക വിദ്യ, അതെ, അവർ പിടിച്ചു നിർത്താൻ നോക്കുന്നത് അതുകൊണ്ടാണ്. അവർക്ക് ഒന്നും കൊടുക്കാതെ അവരുടെ എല്ലാ ഖനിജങ്ങളും അവിടുന്ന് കവർന്നെടുക്കുന്ന രീതിയാണ്. എന്ന് മാത്രമല്ല, അവരെ അതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ അവരുടെ സ്ത്രീകളെ, ബംഗ്ലാദേശിലെ സ്ത്രീകളെ 1971 കാലഘട്ടത്തിൽ എന്ന പോലെ അവരെ ക്രൂരമായ ബലാത്സംഗത്തിനും അതുപോലെ തന്നെ ഒരുപാട് പേരെ കൊല്ലുകയും ചെയ്തു. ഒരുപാട് പേരെ കാണാനില്ല. ബലൂചിസ്ഥാനിലെ ജനസംഖ്യ വളരെ കുറവാണ്. ഈ പറയുന്ന പാകിസ്ഥാന്റെ 40% ഉണ്ട്, ഏകദേശം പകുതിയോളം ഉണ്ടെങ്കിലും ജനസംഖ്യ വളരെ കുറവാണ് അവിടെ. ഇവിടെ ഫലഭൂയിഷ്ടം എന്നതിനേക്കാൾ ഖനിജങ്ങൾ ധാരാളമുള്ള, ഖനികൾ ധാരാളമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ അതിൽ റയർ എർത്ത്സ് ഉണ്ടാവാം. പാകിസ്ഥാൻ ഉണ്ട്. കാരണം ടെക്നോളജി ഒന്നും അവിടെ പാകിസ്ഥാൻ അത് ടെക്നോളജിയെ സപ്പോർട്ട് ചെയ്യാനുള്ള പണമൊന്നുമില്ല. അപ്പം മറ്റുള്ള ചൈന അത് മുതലാക്കിക്കൊണ്ട് പോകുന്നുമുണ്ട്. ചൈനയിലെ റയർ എർത്ത്സ് ഇൻഡസ്ട്രി, അപൂർവ ലോഹധാതുക്കളുടെ ഇൻഡസ്ട്രി കൊഴുക്കുന്നത് ബലൂചിസ്ഥാനിൽ നിന്നുള്ള ചൂഷണം കൊണ്ടാണ്. ബലൂചിസ്ഥാനിലുള്ള തദ്ദേശവാസികൾക്ക് ഇതിനോട് അതിശക്തമായ എതിർപ്പുണ്ട്. ചൈനക്കാരെ അവർക്ക് കണ്ടുകൂടാ, കൊല്ലുന്നുണ്ട്. ചൈനീസ് എഞ്ചിനീയർമാരെ, ഈ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർമാരെ, ടെക്നോക്രാറ്റ്സിനെ ഒക്കെ അവർ കൊല്ലുന്നുണ്ട്. തീർക്കാവുന്നിടത്തോളം തീർക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചെയ്തത് പാകിസ്ഥാന് നേരെ, പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് നേരെ കയറി ആക്രമിച്ചു. ഒരാക്രമണത്തിൽ തന്നെ 80-ലധികം പേര് മരിച്ചതായിട്ടാണല്ലോ പറയുന്നത്. നൈട്രജൻ, അതുപോലെ തന്നെ ഏറ്റവും പുതിയ റിവോൾവറുകൾ, ഇതെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. ഏതോ രാജ്യം അവർക്ക് സപ്ലൈ ചെയ്യുന്നത്. അതിന്റെ രഹസ്യം പറയാം. അതായത് ഇന്ത്യയുമായിട്ട് അതിർത്തിയില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ ഒന്ന് ക്ലാരിറ്റി ചെയ്തിട്ട് ഇതിലേക്ക് വരാം. അതായത് ഇന്ത്യയുമായിട്ട് അതിർത്തി ഇല്ലാത്തൊരു പ്രദേശമാണ്. എന്നാൽ ബലൂചിസ്ഥാനും സ്വതന്ത്രമാകുന്നതോടുകൂടി പാകിസ്ഥാനും ബലൂചിസ്ഥാനും തമ്മിൽ ഒരു അതിർത്തി വന്നു. ഈ അതിർത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി പോലെ അശാന്തമായി ദീർഘനാൾ നിലനിൽക്കും. പാകിസ്ഥാന്റെ സ്വഭാവം അതാണ്. ആ സ്വഭാവത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പുറത്ത്. കാരണം ഇവര് ചിരവൈരികളായിട്ട് മാറും. അപ്പോൾ പാകിസ്ഥാൻ ഏതൊക്കെ പ്രദേശത്തിൽ ശ്രദ്ധിക്കേണ്ടി വരും? അവരുടെ സൈനിക വിഭാഗത്തിന്റെ ഗണ്യമായൊരു ഭാഗത്തെ ബലൂചിസ്ഥാനിൽ കേന്ദ്രീകരിച്ച്, അതായത് ഇന്ത്യയുമായിട്ടുള്ള അതിർത്തിയിൽ കേന്ദ്രീകരിച്ചതിന്റെ ഏകദേശം 60% അതിർത്തി, ഇന്ത്യയുമായിട്ടുള്ള അതിർത്തിയെ വെച്ച് നോക്കുമ്പോൾ ഒരു 60% അതിർത്തി ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ വരും. അപ്പോൾ നിരന്തരമായിട്ട് നമ്മളുടെ ഭാഗത്തുള്ള അവരുടെ ശ്രദ്ധ കുറയുകയും ആ ശ്രദ്ധ കൂടെ ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടി വരും. സാമ്പത്തികമായിട്ട് മോശം അവസ്ഥയിലുള്ള പാകിസ്ഥാൻ പട്ടാളവും പാകിസ്ഥാൻ ഭരണകൂടവും കടുത്ത വെല്ലുവിളിയാണ് നേരിടാൻ പോകുന്നത്. കാരണം ബലൂചിസ്ഥാനെ
അവര് അംഗീകരിക്കാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല. സ്വയമായിട്ട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവിടെ ഇന്ത്യയുടെ റോൾ എന്ന് പറയുന്നത്, ഇന്ത്യ നേരിട്ട് ഇതിൽ ഇടപെടുന്നില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട് ബലൂചിസ്ഥാന്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ധാരാളമായ ധനസഹായം ചെയ്യുന്നുണ്ട് ഈ ആർക്ക്, ബലൂച്ച് ലിബറേഷൻ ആർമിക്ക്, BLAക്ക്. അപ്പോ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്ന് അറിയാലോ, ഇപ്പോഴത്തെ ബന്ധം നല്ല ബന്ധമാണ്, വളരെ നല്ല ബന്ധമാണ്. ആ ബന്ധത്തിൽ അഫ്ഗാനിസ്ഥാന് നമ്മൾ ധാരാളം ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, വെടിക്കോപ്പുകളും പടക്കോപ്പുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പൊ സാറിന് കാര്യം മനസ്സിലായില്ലേ, എങ്ങനെയാണ് കാര്യം പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അതോടൊപ്പം തന്നെ ഇറാന് ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ടൊരു അതിർത്തി എന്ന് പറയുന്നത്, അവർ തമ്മിൽ അതിർത്തി തർക്കമുള്ളതാണ് നിലവിൽ. അതൊരു വലിയ പ്രശ്നമാണ്. ബലൂചിസ്ഥാൻ ഫ്രീ ആകുന്നതോടുകൂടി ഇറാനും ഈ ബലൂചിസ്ഥാനെ അംഗീകരിക്കുമെന്നുണ്ടെങ്കിൽ ഇറാനും ബലൂചിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ശാന്തമാകുകയാണ്. 100% അംഗീകരിക്കും. കാരണം ബലൂചിസ്ഥാനിലുള്ള ആൾക്കാർ ഇറാനും തമ്മിൽ വളരെ സാമ്യമുള്ള ആൾക്കാരാണ്, ഒരേപോലുള്ള ആൾക്കാരാണ്, വളരെ സുന്ദരന്മാരായിട്ടുള്ള ആൾക്കാർ, പോരാട്ട വീര്യമുള്ള ആൾക്കാരുമാണ്. അതുകൊണ്ട് ഇനി മാത്രമല്ല, പാകിസ്ഥാനെ അമേരിക്ക കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും തന്ത്രപ്രധാനമായ പ്രദേശത്ത് കിടക്കുകയും ചെയ്യുന്നു എന്ന് കരുതുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പാകിസ്ഥാന് തുറമുഖ പ്രദേശമുണ്ട്. അതേപോലെ തന്നെ ചൈനയെയും ഇന്ത്യയും കേന്ദ്രീകരിച്ചുള്ള, അല്ലെങ്കിൽ റഷ്യയോടും അടുപ്പമുള്ള ഒരു കേന്ദ്രപ്രദേശം എന്ന രീതിയിലാണ്. പക്ഷെ ഇവിടെ ബലൂചിസ്ഥാൻ വരുമ്പോൾ ബലൂചിസ്ഥാനും തുറമുഖം അല്ലെ കടൽ തീരമുണ്ട്. അപ്പൊ പാകിസ്ഥാൻ ചെറിയൊരു രാഷ്ട്രമായി പകുതിയായിട്ട് വിഭജിക്കുമ്പോൾ, പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളുടെ വലിപ്പത്തിൽ വെച്ച് നോക്കുമ്പോൾ തീർത്തും അപ്രസക്തമായ ഒരു ചെറിയ കുഞ്ഞു പ്രദേശമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആകെയുള്ള ഗുണം അവർക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടെന്നുള്ളതാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ന്യൂക്ലിയർ ബോംബ് 45-ന് ശേഷം ഒരാൾ ഉപയോഗിച്ചിട്ടില്ല എന്നിരിക്കെ തന്നെ അത് ഉണ്ട് എന്നുള്ളത് ഒരു യുദ്ധത്തിന്റെ അവസാന വക്കിൽ ആത്മഹത്യകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പാകിസ്ഥാൻ അത് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം. ഏത് രാജ്യത്തിനെതിരെ ഉപയോഗിച്ചാലും പിന്നെ പാകിസ്ഥാൻ ഉണ്ടാകില്ല. അത് ഉപയോഗിക്കേണ്ട, അതിന്റെ ബട്ടൺ അമർത്തേണ്ട. അസീം മുനീർ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഈ ബലൂചുകളുടെ മുമ്പിൽ അടിയറവ് പറയുന്നു. 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ വലിയൊരു ഏറിയ, അപ്പം നമ്മുടെ പട്ടാളത്തിന് പോയി ആക്രമിക്കാൻ പറ്റുന്നു. പിന്നെ അവരുടെ നൈട്രജൻ ആയുധങ്ങളുണ്ട്, അതുപോലെ തന്നെ റിവോൾവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കയ്യിലിരിക്കുന്ന തൂക്കുകൊണ്ട് റിവോൾവറിനെ നേരിടാൻ പറ്റില്ലെന്നുള്ള പരാജയം അദ്ദേഹം സമ്മതിച്ചു. പിന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ ഒരു പ്രദേശം, അതായത് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ കാവൽക്കാരായിട്ട് പട്ടാളമുണ്ട്. പിന്നെ കാശ്മീർ അതിർത്തിയിൽ പട്ടാളമുണ്ട്. ഇന്ത്യൻ ബോർഡറിൽ മുഴുവൻ പട്ടാളക്കാരുണ്ട്. ഒരു വിഭാഗം പട്ടാളം പിന്നെ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വേണം, അവിടെ വിന്യസിക്കണം. പിന്നെ ഒരു വിഭാഗത്തിനെ ഇറാന്റെ അതിർത്തിയിൽ വിന്യസിക്കണം. ഇറാന്റെ അതിർത്തി മാറി ഇത് കഴിയുമ്പോൾ ഇപ്പൊ ആവശ്യമാണ്. പിന്നെ ഒരെണ്ണത്തിന് കയറി ഏറ്റിട്ടുണ്ട്, ഗാസയിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് അയക്കണം. ഇപ്പൊ എല്ലാം കൂടെ വീതിച്ച് കഴിയുമ്പോൾ നമുക്ക് പറ്റിയൊരവസരമാണ്. നമ്മൾ നേരെ കാശ്മീരിൽ നിന്ന് അങ്ങോട്ട് കയറി, അവിടെ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ചൈന കയറിയൊന്നില്ലേ പണ്ട്, അതുപോലെ അതിൻ്റെ ചുറ്റും അങ്ങ് നമ്മൾ സൈന്യത്തിൻ്റെ ഒരു റെജിമെൻ്റ് അവിടെ അങ്ങ് സ്ഥാപിച്ചാൽ മതി. സ്ഥിരമായിട്ട് അവിടെ അങ്ങ് നിന്നാൽ മതി. ആരും ചോദിക്കാനും പറയാനും വരികയില്ല. കാരണം പാകിസ്ഥാൻ പട്ടാളമില്ല അവിടെ ചോദിക്കാൻ, ഭീകരരും ഇല്ല. ഭീകരരുടെ ക്യാമ്പുകൾ നമ്മൾ നേരത്തെ തകർത്ത് കഴിഞ്ഞു. ഇത് ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പോയിന്റാണ്. തണുപ്പ് കാലവുമാണ്, പറ്റിയ സമയവുമാണ്. അവിടെ അങ്ങ് നമ്മൾ നമ്മുടെ ഇന്ദിരാഗാന്ധിയും നെഹ്റു ഒന്നും ചെയ്യാതിരുന്ന കാര്യം ഇപ്പോൾ ഈ BJP ഗവൺമെന്റ് ഗവൺമെന്റ് വളരെ കരുതലോടുകൂടി കാര്യങ്ങൾ നീക്കുന്നത്. ഇപ്പൊ ഈ വിഷയത്തില് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലൊന്നും ഇന്ത്യ ഇടപെട്ടിട്ടില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാര്യമാണ് ബലൂചിസ്ഥാൻ ഫ്രീ ആകുന്നതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ നമ്മളൊരു സൈനിക നീക്കം ആസാദ് കാശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അതേ സമയം അഫ്ഗാനിസ്ഥാനും അതേപോലെ തന്നെ ബലൂചിസ്ഥാനും പാകിസ്ഥാനെതിരെ ഒരു യുദ്ധമുഖം തുറന്നാൽ പിന്നെ നമ്മളെ പ്രതിരോധിക്കാൻ പോലും അവർക്ക് പറ്റുകയില്ല. അതാ സത്യം. അപ്പോൾ ശരിക്കും എനിക്ക് പറ്റിയ ഇന്ത്യയുടെ അവസരമാണിത്. ശരിക്കും നമുക്ക് നമ്മളൊന്നും ചെയ്യുന്ന, അവർ പോട്ട് ബലൂചിസ്ഥാൻ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ കൈയടക്കിയ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ ക്ലെയിം ചെയ്യാം. ഇപ്പം ചൈനയും ഇടപെടില്ല. കാരണം അവരുടെ താല്പര്യം ബലൂചിസ്ഥാനിലാണ്. ബലൂചിസ്ഥാൻ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബലൂചിസ്ഥാനുമായിട്ട് അവർ കൂട്ടുകൂടും. അതായിരിക്കും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ആ ജിയോ പൊളിറ്റിക്സ് അതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.